ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ സമഗ്രയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതും കൂടെ പോയി റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. പുതിയ സിലബസ് ആണ്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ആൻസേഴ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റി 1 നോക്കാം. റീഡ് ദ പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. നമുക്കറിയാം, ഇംഗ്ലീഷിൽ എപ്പോഴും ഇതേപോലെ തന്നെ ഒരു കോംപ്രിഹെൻഷൻ ആയിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് കമ്പൽസറി ആയിരിക്കും. അപ്പോൾ എന്തായാലും കൂട്ടുകാർ തന്ന പാരഗ്രാഫ് വായിച്ച് നോക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്തായാലും ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. സാറ ഓൾവേസ് ക്യാരിഡ് എ സ്മോൾ വോൺ ടെഡി ബിയർ ഇൻ ഹെർ ബാക്ക് പാക്ക്. എന്താണ്, സാറ എപ്പോഴും ഒരു ടെഡി ബിയറിനെ, ഒരു ചെറിയ ടെഡി ബിയറിനെ എപ്പോഴും ഇങ്ങനെ പുറത്തിട്ട് കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. ഇറ്റ് വാസ് മിസ്സിങ് ആൻ ഐ ആൻഡ് സം ഓഫ് ഇറ്റ്സ് ഫർ വാസ് ട്രെഡ് ബെയർ ബട്ട് ഇറ്റ് വാസ് ഹെർ മോസ്റ്റ് പ്രൈസഡ് പൊസിഷൻ. പക്ഷെ എന്താണ്, അതിൻ്റെ കണ്ണും അതുപോലെ തന്നെ അതിലെ കുറച്ചിങ്ങനെ മുടി ത്രെഡൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു. ഹെർ ഡാഡ് ഹാഡ് ഗിവൺ ഇറ്റ് ടു ഹെർ വെൻ ഷി വാസ് എ ബേബി. അവൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവൾക്ക് അവളുടെ അച്ഛൻ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ടെഡി ബിയർ. ഹി വുഡ് കോൾഡ് ഇറ്റ്സ് പാറ്റ്സ്. അവൾ അതിനെ വിളിക്കുന്നത് എന്താണ്, അദ്ദേഹം അതിനെ വിളിച്ചിരുന്നത് പാറ്റ്സ് എന്നായിരുന്നു. ആൻഡ് ഇറ്റ് ഹാഡ് ബീൻ ഹിസ് നെക്ക് നെയിം ഫോർ ഹെർ ടു. അങ്ങനെ അദ്ദേഹം വിളിച്ച ആ പേര് തന്നെ അവൾക്കും ഒരു നിക്ക് നെയിം ആയിട്ട് അവളും വിളിച്ചുകൊണ്ടേയിരുന്നു. ബിക്കോസ് ഷി ഓൾവേസ് ഹാഡ് എ സ്ക്രാപ്സ് ആൻഡ് എ ബെറീസ് ഫ്രം പ്ലേയിങ് ഔട്ട്സൈഡ്. അവളെന്താണ്, എപ്പോഴും പുറത്തൊക്കെ പോയിട്ട് അതിനെ കൊണ്ടൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഹി വുഡ് പാസ്ഡ് എവേ എ ഫ്യൂ ഇയേഴ്സ് എഗോ. അങ്ങനെ അദ്ദേഹം എന്താണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ആൻഡ് പാച്ചസ് വാസ് ദ ഓൺലി തിങ് ഷീ ഹാഡ് ലെഫ്റ്റ് ഓഫ് ഹിം. അദ്ദേഹത്തിൻ്റെ എന്ന് പറയാൻ വേണ്ടി അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു പാച്ചസ് മാത്രമായിരുന്നു. Sometime when she felt sad, she would reach into her backpack and hold the beer tight. എന്താണ്, ചില സമയത്ത് അവൾക്ക് ഒറ്റക്കാണ് എന്നുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവൾ എന്ത് ചെയ്യും, ഈ ഒരു ടെഡി ബിയറിനെ വന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിപ്പിടിക്കും. The soft familiar fur reminded her of his warm hugs and his പ്ലേഫുൾ സ്മൈൽ. അപ്പോൾ ആ സമയത്ത് അവൾക്ക് അച്ഛൻ്റെ ആ ഒരു കെട്ടിപ്പിടുത്തവും അതേപോലെ തന്നെ അച്ഛൻ്റെ ആ ഒരു സ്മൈലും ഒക്കെ അവൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. പാറ്റ്സ് വാസൻറ്റ് ജസ്റ്റ് എ ടോയ്, ഇറ്റ് വാസ് എ പീസ് ഓഫ് ഹെർ ഡാഡ്. എന്താണ്, പാറ്റ്സ് എന്ന് പറയുന്നത് അവൾക്ക് ശരിക്കും ഒരു ടോയ് ആയിരുന്നില്ല, അച്ഛൻ തന്നെയായിരുന്നു, അച്ഛൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സാറ കീപ്പ് ആസ് എ മെമ്മറി ഓഫ് ഹെർ ഡാഡ്. അവളുടെ അച്ഛൻ്റെ മെമ്മറി ആയിട്ട് അവൾക്ക് ഉണ്ടായിരുന്നത് എന്താണ്? എ ഫോട്ടോഗ്രാഫ്, എ ടെഡി ബിയർ, എ ബേസ്ബോൾ ക്യാപ്പ്, എ പോക്കറ്റ് നീഫ്. ഏതാണ്? എ ടെഡി ബിയർ ആയിരുന്നു. സെക്കൻഡ് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ടെഡി ബിയേഴ്സ് നെയിം. എന്തായിരുന്നു ആ ടെഡി ബിയറിൻ്റെ പേര്? ടെഡി, പാറ്റ്സ്, ഫുസി, ബേർഡ്. എന്താണ്? പാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ബി ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് സാറാസ് ഡാഡ് കോൾ ഹെർ പാറ്റ്സ്. എന്തുകൊണ്ടാണ് സാറയുടെ അച്ഛൻ അതിനെ പാറ്റ്സ് എന്ന് വിളിച്ചിരുന്നത്? ബിക്കോസ് ഷീ ലൈക്ക് ടു സ്യൂ പാറ്റ്സ് ഓൺ ഹെർ ക്ലോത്ത്സ്. ബിക്കോസ് ഷീ ഓൾവേസ് ഹാഡ് എ സ്കേപ്സ് ആൻഡ് ബെറീസ്. ദെൻ ബിക്കോസ് ഷീ ലവ് ടു പ്ലേ വിത്ത് എ പാറ്റ്സ് ഓഫ് ഫാബ്രിക്. ബിക്കോസ് ഷീ കളക്റ്റഡ് പാറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഷീ ഓൾവേസ് ഹാഡ് എ സ്ക്രാപ്സ് ആൻഡ് എ ബെറീസ് എന്നുള്ളതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സാറ ഫീൽ അബൌട്ട് ദ ടെഡി ബിയർ. എന്തായിരുന്നു ടെഡി ബിയറിനെ കുറിച്ചിട്ട് സാറയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഫീലിങ്സ്? അനോയ്ഡ്, ഇൻഡിഫറൻറ്റ്, പ്രൈസസ് ആൻഡ് കംഫർട്ടിങ്, സ്കെയേർഡ്. എന്തായിരുന്നു? പ്രൈസ്ഡ് ആൻഡ് കംഫർട്ടിങ് എന്നുള്ളതാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടെഡി ബിയർ സിംബലൈസ് ഫോർ സാറ. സാറയ്ക്ക് എന്ത് സിംബലൈസ് ആയിട്ടാണ് ടെഡി ബിയറിനെ തോന്നുന്നത്? എ ടോയ്, ഒരു ടോയ് ആയിട്ട്. എ പീസ് ഓഫ് ഹെർ ഡാഡ്, അവളുടെ അച്ഛൻ്റെ ഒരു ഭാഗമായിട്ട്. എ സില്ലി തിങ്, ഒരു സില്ലി സാധനമായിട്ട്. എ ഗുഡ് ലക്ക് ചാം, ഒരു ഗുഡ് ലക്ക് ഉള്ള ഒരു സംഭവമായിട്ട്. എന്താണ്? എ പീസ് ഓഫ് ഹെർ ഡാഡ് ആയിട്ടാണ് തോന്നാറുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരവും എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ടെലിഫോൺ കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണം അല്ലേ. ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഫോണിലൂടെയുള്ള സംസാരം. ആഫ്റ്റർ വിസിറ്റിംഗ് ദ ഓർഫനേജ്, മാരിയോ പീസ് കോൾസ് ഹെർ സിസ്റ്റർ ഹെലന ഹിലാരിയോ ഓവർ ടെലിഫോൺ.
നമുക്കറിയാം നമ്മുടെ ജോസഫ് യെല്ലോ അംബ്രല്ല എന്നുള്ള പാഠഭാഗം അറിയാം. അതിലെ ക്യാരക്ടേഴ്സാണ് ഹെലനോ ഹിലാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ മാരിയോ പീസ് വിളിക്കുകയാണ്, ഹെലനോ ഹിലാരിയോനെ വിളിക്കുകയാണ്, സിസ്റ്റർ ആയിട്ടുള്ള ഹെലനോ ഹിലാരിയോനെ വിളിക്കുകയാണ്. എന്തിനു ശേഷം? ഓർഫനേജ് ഒക്കെ വിസിറ്റ് ചെയ്ത് വന്നതിന് ശേഷം. വാട്ട് കുഡ് ബി ദ ലൈക്ലി ടെലിഫോൺ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹെലന ഹിലാരിയോ ആൻഡ് മാരിയോ പീസ്. അപ്പോൾ മാരിയോ പീസും ഹെലനോ ഹിലാരിയോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഹെലന സിസ്റ്റർ അഥവാ മാരിയോ പീസ്, ഓക്കെ, ഹൈ ഡിയർ, ഐ വിസിറ്റഡ് എ ഓർഫനേജ് ടുഡേ. ഞാൻ ഇന്ന് ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്തു. അപ്പോൾ ഹെലന പറയാണ്, ദാറ്റ്സ് എ ഗ്രേറ്റ്, ഗുഡ്, നല്ലതാണ്. ഹൗ വാസ് ഇറ്റ്, എങ്ങനെയുണ്ടായിരുന്നു? സിസ്റ്റർ പറയാണ്, ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എന്താണ്? നല്ല വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വി ഗിഫ്റ്റഡ് എ ലോട്ട് ഓഫ് ടോയ്സ് ടു ദം. ഞങ്ങൾ അവർക്ക് ഒരുപാട് ടോയ്സ് ഒക്കെ കൊടുത്തു. ഹെലന, ഹോ വേർ ദേ ഫീലിംഗ് ഹാപ്പി? അവർക്ക് എന്താണ്, അവരൊക്കെ ഹാപ്പി ആയോ? അപ്പോൾ സിസ്റ്റർ പറയാണ്, യെസ് ഡിയർ, ബട്ട് വൺ ചൈൽഡ് ഡിഡിൻ ഹാപ്പി. പക്ഷേ ഒരു കുട്ടി എന്താണ്, ഹാപ്പി ആയില്ല. ഹെലന, വൈ ഡിഡ് യു ഗെറ്റ് എ ചാൻസ് ടു ടോക്ക് വിത്ത് ഹിം? നിനക്ക് അവനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയോ? സിസ്റ്റർ പറയാണ്, യെസ്, കിട്ടി, ഐ ഡിഡ് ഇറ്റ്, ഞാനത് ചെയ്തു. വെൻ ഐ ആസ്ക്ഡ് ഹിം ഹി വാണ്ടഡ്, ഹി സെഡ് ഹി വിഷ് എ യെല്ലോ അംബ്രല്ല. എന്താണ്, ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വാട്ട് ഹി വാണ്ട്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവനക്കൊരു യെല്ലോ അംബ്രല്ലയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഹെലന ചോദിക്കുകയാണ്, യെല്ലോ അംബ്രല്ല, വാട്ട് ഹി നീഡ്സ് അംബ്രല്ല, എന്തിനാണ് അവനക്ക് ഈ ഒരു അംബ്രല്ല ആവശ്യമായിട്ടുള്ളത്? സിസ്റ്റർ പറയാണ്, ഹി ഷെയർഡ് വിത്ത് മീ ഹിസ് സ്റ്റോറി, അവൻ എന്നോട് അവൻ്റെ സ്റ്റോറി പറഞ്ഞു തന്നു. ഹി ആൻഡ് ഹിസ് ഫാദർ അറൈവ്ഡ് ഹിയർ ആസ് റെഫ്യൂജീസ് ഓൺ എ റെയിനി ഡേ. അവനും അവൻ്റെ അച്ഛനും അവിടെ ഒരു റെഫ്യൂജി ആയിട്ട് വന്നിട്ടുള്ളത് ഒരു മഴയുള്ള ദിവസമായിരുന്നു. ഹിസ് ഫാദർ ഹാഡ് എ യെല്ലോ അംബ്രല്ല, അവൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഒരു യെല്ലോ അംബ്രല്ല ഉണ്ടായിരുന്നു. ദാറ്റ് അംബ്രല്ല സിംബിളൈസ് ഹിസ് ലാസ്റ്റ് മെമ്മറി അബൌട്ട് ഹിസ് ഫാദർ. ആ ഒരു യെല്ലോ അംബ്രല്ല മാത്രമാണ് അവൻ്റെ അച്ഛനെ കുറിച്ചിട്ടുള്ള ലാസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഹെലന, ഇറ്റ്സ് ഹേർട്ട് ബ്രേക്കിംഗ്. എന്താണ്, ഇത് വളരെ ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിസ്റ്റർ, യെസ്, ഐ ആം പ്ലാനിങ് ടു ഗെറ്റ് ഹിം എ യെല്ലോ അംബ്രല്ല ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും വേഗം ഞാൻ അവനക്കൊരു യെല്ലോ അംബ്രല്ല എത്തിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹെലന, ഇറ്റ്സ് എ ഗുഡ് വൺ. അത് നല്ല കാര്യമാണ്. യു ഷുഡ് ഡു ദാറ്റ് ഫോർ ഹിം. നീ അവനക്ക് വേണ്ടി അത് എന്തായാലും ചെയ്യും. ഓക്കെ ഡിയർ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് തേർഡ് ആക്ടിവിറ്റി തോട്ട്സ് ആണ്. റൈറ്റ് ഡൗൺ വാട്ട് രഞ്ജി മൈറ്റ് ബി തിങ്കിങ് വെൻ ഹി സ്റ്റെപ്സ് അപ് ടു ബാറ്റ് ഇൻ ദ ഫൈനൽ മാച്ച് വിതൗട്ട് ദ ലക്കി ബാറ്റ്. നമുക്കറിയാം രഞ്ജീസ് ബാറ്റ് എന്നുള്ള പാഠഭാഗം അറിയില്ല. അപ്പോൾ രഞ്ജിയുടെ ലക്കിയ ബാറ്റ് മിസ്സായി. അപ്പോൾ അന്ന് അവനക്ക് പിറ്റേ ദിവസമല്ല ഫൈനൽ മാച്ചിന് അവനക്ക് എന്താണ്, വളരെ വറിയാണ് അവൻ എങ്ങനെ ജയിക്കും, എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. Include his initial worries, how he remembers Mr. Kumar's advice and how it changes his mindset while facing the bowler. അപ്പോൾ ആ ഒരു വറീസും അത് മാത്രമല്ല മിസ്റ്റർ കുമാർ കൊടുത്തിട്ടുള്ള അഡ്വൈസും അതിനുശേഷം അവൻ്റെ മൈൻഡ് സെറ്റിലുണ്ടായ ചേഞ്ചസും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു തോട്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടുഡേ ഐ ആം വറീഡ് അബൌട്ട് മൈ ഫൈനൽ മാച്ച്. എന്താണ്, ഇന്ന് ഞാൻ എൻ്റെ ഫൈനൽ മാച്ചിനെ കുറിച്ചിട്ട് വറീഡ് ആണ്. ദിസ് മാച്ച് ഈസ് വിതൗട്ട് മൈ ലക്കി ബാറ്റ്. എന്താണ്, ഈ മാച്ച് എന്ന് പറയുന്നത് എനിക്ക് ലക്കി ബാറ്റ് ഇല്ലാത്ത ഒരു മാച്ചാണ്. ഐ ഫീൽ ആങ്സൈറ്റി ആൻഡ് മിസ്കംഫേർട്ട്. എനിക്ക് വളരെയധികം ഉത്കണ്ഠയും അതുപോലെ തന്നെ ഒരു മിസ്കംഫേർട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വിതൗട്ട് മാജിക് ബാറ്റ് ഹൗ ഐ വിൽ വിൻ ദ മാച്ച്. മാജിക് ബാറ്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ ജയിക്കും? ബട്ട് മിസ്റ്റർ കുമാർസ് വേർഡ്സ് എക്കോ ഇൻ മൈ മൈൻഡ്. പക്ഷേ മിസ്റ്റർ കുമാറിൻ്റെ വേർഡ്സ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്ന് അലയടിക്കുകയാണ്. എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. എന്താണ്, ഒരു ബാറ്റ് മാജിക് ആവുന്നത് ആ ബാറ്റ്സ്മാൻ്റെ മാജിക് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ദ ബാറ്റ് മൈ കോൺഫിഡൻസ്, സ്കിൽ ആൻഡ് ഡിറ്റർമിനേഷൻ. എന്താണ്, ആക്ച്വലി ബാറ്റ് അല്ല എൻ്റെ കോൺഫിഡൻസ്, എനിക്ക് കോൺഫിഡൻസും സ്കില്ലും ഡിറ്റർമിനേഷനും ദാറ്റ് ലെഡ് ടു സക്സസ്. അതാണ് എന്നെ സക്സസ്സിലേക്ക് നയിക്കുന്നത്. ദിസ് മാച്ച് ടു ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് ദാറ്റ്. അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്. ഐ ബിലീവ്ഡ് മൈ സെൽഫ് ആൻഡ് ഐ ആം റെഡി ടു ഫേസ് ബൗളർ കോൺഫിഡൻ്റ്ലി. ഞാൻ എൻ്റെ സെൽഫിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബൗളറിനെ ഫേസ് ചെയ്യാൻ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ റെഡിയാണ്. ഐ വിൽ വിൻ ടുമോറോസ് മാച്ച്. ഞാൻ എന്തായാലും നാളെ നടക്കുന്ന മാച്ചിൽ വിൻ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അന്ന് രഞ്ജി വിചാരിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ തോട്ട്സ് എഴുതേണ്ടത്.
നെക്സ്റ്റ് വൺ ഒരു പോസ്റ്റർ ആണ്. ഡിസൈൻ എ പോസ്റ്റർ ഫോർ വേൾഡ് റെഫ്യൂജി ഡേ ഇൻസ്പയർഡ് ബൈ ജോസഫ് സ്റ്റോറി ഫ്രം ദ യെല്ലോ അംബ്രല്ല. യെല്ലോ അംബ്രല്ല എന്നുള്ള അതിലെ ജോസഫിൻ്റെ സ്റ്റോറി ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഒരു വേൾഡ് റെഫ്യൂജി ഡേക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം. യുവർ പോസ്റ്റർ ഷുഡ് സെലിബ്രേറ്റ് ദ റെസിലിയൻസ് ആൻഡ് ഹോപ്പ് ഓഫ് റെഫ്യൂജീസ്. അതെന്തായിരിക്കണം? റെഫ്യൂജൻസിന് നൽകുന്ന ഒരു ഹോപ്പും റെസിലിയൻസും ഒക്കെ ആയിരിക്കണം. ഇൻക്ലൂഡിംഗ് ദ സിംബൽസ് ലൈക്ക് അംബ്രല്ല വിത്ത് സ്റ്റാൻഡ്സ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് മെമ്മറി അലോങ് ദ മെസ്സേജസ് ഓഫ് സോളിഡാരിറ്റി സപ്പോർട്ട് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ വെൽക്കമിങ് റെഫ്യൂജീസ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ അംബ്രല്ലയൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അവരുടെ മെമ്മറീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ, അതുപോലെ അവർക്കുള്ള ഒരു സപ്പോർട്ടും ഇമ്പോർട്ടൻസും ഒക്കെ കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ബോക്സ് വരച്ച് അതിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഡിസൈൻ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു കോഡ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എഴുതേണ്ട കോഡ്സ് പറഞ്ഞു തരാം. നിങ്ങൾ അത്തരത്തിലുള്ള പിക്ചേഴ്സൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വരയ്ക്കുക. It is intended to remember and honor refugees from all over the world. This day an opportunity to promote empathy and understanding for their plight, as well as to recognize their courage in restoring their lives. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ കോഡ്സ് അവരെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് വെൽക്കം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കോഡ്സും കൂടെ കൊടുക്കാം. ദെൻ ഫിഫ്ത്ത് ആക്ടിവിറ്റി ലെറ്റർ റൈറ്റിംഗ് ആണ്. Imagine you are Toto-chan penning a letter to a friend who missed our amazing school trip. Describe all the fun and exciting moments with a special focus on your unique experience at the hot spring in the sea. എന്താ ചെയ്യുന്നത്? നമുക്കറിയാം, ടോട്ടോചാനെ അറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗത്തിലെയാണ് എ ട്രിപ്പ് ടു സ്പ്രിങ് അല്ലേ, ഹോട്ട് സ്പ്രിംഗ് എന്നുള്ള പാഠഭാഗത്തിൽ. അപ്പോൾ ഇതിൽ ടോട്ടോചാൻ പോയ ആ ട്രിപ്പിനെ കുറിച്ചിട്ടാണ് ആ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രിപ്പ് മിസ്സായിട്ടുള്ള ഒരു ഫ്രണ്ടിന് അന്ന് നടന്നിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ലെറ്ററാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ ടോട്ടോചാന്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ലെറ്റർ എഴുതാം. ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ നോക്കുക ഡേറ്റും പ്ലേസും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ചെയ്യുക. ഡിയർ അമ്മു. അമ്മു എന്നൊരു പേര് ജസ്റ്റ് കൊടുത്തതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഹൗ ആർ യു? ഐ ഹോപ്പ് യു ആൻഡ് യുവർ ഫാമിലി ആർ ഡൂയിങ് വെൽ. നീയും നിൻ്റെ ഫാമിലിയും നന്നായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ വിഷ് ടു ഷെയർ അവർ സ്കൂൾ ട്രിപ്പ് വിത്ത് യു. ഞാൻ നീയുമായിട്ട് സ്കൂൾ ട്രിപ്പ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വി മിസ്ഡ് യു സോ മച്ച്. ഞങ്ങൾ നിന്നെ നന്നായിട്ട് മിസ് ചെയ്തു. ഇറ്റ് വാസ് അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. ഇതൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഐ വാസ് സർപ്രൈസ്ഡ് ആസ് മൈ മദർ അലൗഡ് മീ ടു ഗോ. ആക്ച്വലി എൻ്റെ അമ്മ എന്നെ പറഞ്ഞയച്ചപ്പോൾ തന്നെ ഞാൻ വളരെയധികം സർപ്രൈസ് ആയിപ്പോയി. വി വർ അസംബ്ഡ് അറ്റ് ദ സ്കൂൾ ബിഫോർ സെറ്റിംഗ് ഓഫ്. ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഞങ്ങൾ സ്കൂൾ എല്ലാവരും അസംബിൾ ചെയ്തു. ഓക്കെ, അവർ ഹെഡ് മാസ്റ്റർ ഗേവ് അസ് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ഗോയിങ് ടു ദ ട്രിപ്പ്. ഞങ്ങൾ ട്രിപ്പിന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ നമുക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും തന്നിരുന്നു. വി എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പ്. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു? ആ ഷിപ്പിലേക്ക് പോയി. മൈ ഫസ്റ്റ് ഷിപ്പ് റൈഡ് മെയ്ഡ് മീ എ ബിറ്റ് സീ സിക്ക്. എന്താണ്? ഫസ്റ്റ് എൻ്റെ ഷിപ്പ് യാത്രയായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു സീ സിക്കൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഫൺ. പക്ഷെ അതും എന്താണ്? ഫണ്ണായിരുന്നു. ദ വാം ഹോട്ട് സ്പ്രിംഗ് വാസ് വണ്ടർഫുൾ. പക്ഷേ ആ ഒരു ഹോട്ട് സ്പ്രിങ് എന്ന് പറയുന്നത് വളരെയധികം വണ്ടർഫുൾ, വളരെയധികം അത്ഭുതമുള്ള ഒന്നായിരുന്നു. വി സ്വാം ആൻഡ് പ്ലേഡ് ഇൻ ദ സീ ലേക്ക് ഹാവിങ് അവർ ഓൺ പ്രൈവറ്റ് ബീച്ച്. ഞങ്ങളവിടെ കുളിച്ചു കളിച്ചു, ഞങ്ങളുടെ സ്വന്തം ബീച്ച് പോലെ, പ്രൈവറ്റ് ബീച്ച് പോലെ ഞങ്ങളവിടെ എൻജോയ് ചെയ്തു. വി മെറ്റ് എ മാൻ ബിൽഡിംഗ് ഹ്യൂജ് വുഡൻ ബോട്ട്. അതുമാത്രമല്ല ഒരു വലിയ മരത്തിൻ്റെ ബോട്ട് ഉണ്ടാക്കുന്ന ഒരാളെ ഞങ്ങൾ പരിചയപ്പെട്ടു, ഞങ്ങൾ മീറ്റ് ചെയ്തു. ദിസ് ട്രിപ്പ് ടോട്ട് മീ ദാറ്റ് ദർ ആർ സോ മച്ച് ബ്യൂട്ടിഫുൾ തിങ്സ് ആൻഡ് പ്ലേസസ് ഇൻ ദിസ് വേൾഡ്. ഈ ട്രിപ്പിലൂടെ ഞാൻ പഠിച്ചു ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഈ വേൾഡിലുണ്ടെന്ന് ഞാൻ പഠിച്ചു. ഐ നെവർ ഫോർഗോട്ട് ദ എക്സൈറ്റ്മെന്റ് ഓൺ ദ ഷിപ്പ്, ദ സ്റ്റണ്ണിങ് സീനറി ആൻഡ് ദ വാം വാട്ടർ ഓഫ് ദ ഹോട്ട് സ്പ്രിംഗ്. എന്താണ്? ഞാൻ ഒരിക്കലും ഈ ഷിപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ കണ്ട സ്റ്റണ്ണിങ് ആയിട്ടുള്ള സീനറീസും ആ വാം വാട്ടർ ഹോട്ട് സ്പ്രിങ്ങും ഒന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അവർ ടീച്ചേഴ്സ് വാസ് സോ കൈൻഡ് ആൻഡ് മെയ്ഡ് ഷുവർ വി ഹാഡ് ദ ബെസ്റ്റ് ടൈം. നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ടൈം ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വളരെ കൈൻഡായിട്ട് ബിഹേവ് ചെയ്തു. Then I really hope we can visit together one day and make a cherished moment. ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ദിവസം നമുക്കും ഇതേപോലെ പോയിട്ട് നല്ല മൊമെന്റ്സ് ഒക്കെ ചെറിഷ് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിത്ത് ലവിംഗ്ലി ടോട്ടോ-ചാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ലെറ്റർ എഴുതേണ്ടത്. ഇനിയും ഒരുപാട് കാര്യം ആ ഗോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനി അടുത്തത് പ്രൊഫൈലാണ്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഹെലൻ കെല്ലർ. ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു. താഴെ നമുക്ക് ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഹിൻസ് തന്നിട്ടുണ്ട്. നെയിം ഹെലൻ കെല്ലർ, ഡേറ്റ് ഓഫ് ബർത്ത് ജൂൺ 27, 1880, പ്ലേസ് ഓഫ് ബർത്ത് ടുസ്കുംബിയ, അലബാമ, USA. Notable achievement, first deaf and blind person to earn a Bachelor of Arts degree in the United States. Education, University, graduated from Radcliffe College, now part of Harvard in 94. Then health condition, illness likely, lost her sight and hearing at 90 months old due to an scarlet fever or a meningitis. Then influential status, recognized as one of the 100 most influential people in the United States. Then legacy symbolizes determination, endurance and struggle. Advocate for people with disabilities. Major works, autobiography titled The Story of My Life, published in 93, documenting her life, challenges and achievements. Death June 1st, 1968 in Eastern Connecticut, USA. Then additional points, worked tirelessly for the rights of the people with disabilities, collaborated with Annie Selvian, her teacher, whose methods helped Helen to communicate, authored numerous books and articles, co-founded the American Civil Liberties Union and was involved in the foundation of the Helen Keller International Organization to combat blindness. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊഫൈൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെച്ചുകൊണ്ട് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ എവിടെയാണോ നെസസറി ആയിട്ട് ലിങ്കേഴ്സ് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് കുറേ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് ചിലപ്പം ഇതായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് എന്തായാലും തരില്ല. അപ്പോൾ തരുന്ന ഡീറ്റെയിൽസിനെ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പ്രൊഫൈൽ എഴുതുമ്പോൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഹെലൻ കെല്ലർ എന്ന് കൊടുക്കുക. ഓക്കെ, Helen Keller was born on 27th June in 1880 at a Tuscumbia in Alabama, USA. She completed her graduation from a Radcliffe College, now part of the Harvard in 94. She lost her sight and hearing at 19 months old to an scarlet fever or a meningitis. She recognized as one of the 100 most influential people in the United States. She was and symbolized determination, endurance and struggle, and she was an advocate for people with disabilities. Okay, അപ്പോൾ ഇതേപോലെ നിങ്ങൾ പാരഗ്രാഫായിട്ട് എഴുതുക. ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്, ഒരു എഡിറ്റിംഗ് ആണ്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ലിറ്റിൽ ഗേൾ. ഒരു ലിറ്റിൽ ഗേളിൻ്റെ സ്റ്റോറി ഇവിടെ തന്നിട്ടുണ്ട്. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. ഇതിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്. റീഡ് ഇറ്റ് ആൻഡ് എഡിറ്റ് ഇറ്റ്. നമ്മളടുത്ത് വായിച്ചിട്ട് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Once upon a time, there is a little girl named Leela. എന്താണ്, പണ്ട് ഒരു ലിറ്റിൽ ഗേൾ ഉണ്ടായിരുന്നു, അവളുടെ പേരാണ് ലീല. അവിടെ ദർ ഈസ് അല്ല, എന്താണ്, വൺസ് അപ്പോൺ എ ടൈം ആണ്. അപ്പോൾ എന്താണ്, പണ്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ദ വാസ് എന്ന് കൊടുക്കണം. നെയിംഡ് ലീല, അവിടെ ലീല എന്നുള്ളതൊരു പേരാണ്. സോ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. ഓക്കെ, ഹു ലവ് ടു എക്സ്പ്ലോർ ദ വുഡ്സ് ബിഹൈൻഡ് ഹെർ ഹൗസ്. അവളുടെ വീടിന് പുറകിലുള്ള എന്താ പറയുക, വുഡ്സ്, ചെറിയ ചെറിയ കുറ്റിച്ചെടികളും മരങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവൾക്ക് വളരെ ഇഷ്ടമാണ്. വൺ ഡേ, ഒരു ദിവസം, ഷീ ഫൗണ്ട് എ മാജിക്കൽ ട്രീ വിത്ത് ലീവ്സ് ദാറ്റ് ഷിമ്മേർഡ് ഇൻ എവറി കളർ ഓഫ് ദ റെയിൻബോ. അപ്പോൾ അവൾ ഒരു ദിവസം എന്ത് ചെയ്തു, ഒരു മാജിക്കൽ ട്രീ കണ്ടു. അതിലെന്താണ്, റെയിൻബോയുടെ എല്ലാ കളറിലുള്ള ലീവ്സും അതിലുണ്ടായിരുന്നു. അവിടെ ലീവ്സ് എന്നതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. LEAVES എന്നാണ് വരേണ്ടത്. Curiously, she touched a leaf and it whispered a secret to her about the language of flowers. അങ്ങനെ അവൾ എന്താണ്, ക്യൂരിയസ് ആയിട്ട് അതിലൊരു ലീഫ് തൊട്ടപ്പോൾ അതെന്ത് ചെയ്തു, അത് ഫ്ലവേഴ്സിൻ്റെ ലാംഗ്വേജിൽ സീക്രട്ടായിട്ട് എന്തൊക്കെയോ പറയാൻ വേണ്ടി തുടങ്ങി. ഫ്രം ദെൻ ഓൺ ലീല കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷീ ഫ്ലവേഴ്സ് വാസ് സേയിങ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഈ ഫ്ലവേഴ്സ് എന്തോ പറയുകയാണെന്നുള്ളത് അല്ലേ. അവിടെ ഫ്ലവേഴ്സ് വാസ് അല്ല, എന്താണ്, ഫ്ലവേഴ്സ് എന്നുള്ളത് പ്ലൂരലാണ്. സോ വാസ് അല്ല, വേർ ആണ് വരേണ്ടത്. ടീച്ചിങ് ഹെർ അബൌട്ട് കൈൻഡ്നെസ് ആൻഡ് ബ്യൂട്ടി. അവളുടെ അടുത്ത് കൈൻഡ്നെസ്സിനെയും ബ്യൂട്ടിനെയും കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഷീ ഗ്രൂ അപ്പ് ടു ബി ആൻ ബോട്ടണിസ്റ്റ് ഷെയറിങ് ദ വിസ്ഡം ഓഫ് പ്ലാന്റ്സ് വിത്ത് ദ വേൾഡ്. അങ്ങനെ അവൾ വലുതായപ്പോൾ അവളൊരു ബോട്ടണിസ്റ്റ് ആവുകയും അവൾ എന്താണ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ലോകത്തോട് ഷെയർ ചെയ്യുകയും ചെയ്തു. അവിടെ ഗ്രൂ അപ്പ് ടു ബി ആൻ എന്നാണ്. അവിടെ ആൻ ബോട്ടണിസ്റ്റ് വരില്ല,
എന്താണ് എ ബോട്ടണിസ്റ്റ് എന്നേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എ ഉത്തരം വാസ്, ബി ലീല, സി ലീവ്സ്, ഡി വേർ, ഇ എ. ഓക്കെ, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ആൻസേഴ്സും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ കൂട്ടുകാർക്ക് എന്തായാലും നന്നായിട്ട് എക്സാം എഴുതാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടെ പോയി കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.